മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികളുമായി രാജ്യം. AICC ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ സംസ്കാരം നടത്തും. കേന്ദ്ര സർക്കാർ 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്നത്തെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി. മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അമേരിക്ക അനുശോചനം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും വസതിയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രേഷ്മ ശാന്ത അശോകൻ ചേരുന്നുണ്ട്. രേഷ്മ, മുൻ പ്രധാനമന്ത്രിയാണ്. സംസ്കാരത്തിനും മറ്റ് ചടങ്ങുകൾക്കുമൊക്കെ അതിൻ്റെതായ പ്രോട്ടോക്കോളുകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിലവിൽ തീരുമാനമായിട്ടുണ്ടോ? സർക്കാർ തല തീരുമാനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടോ? എന്തൊക്കെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളുമാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് ഇപ്പോൾ പാർട്ടിയും ഒരുക്കിയിട്ടുള്ളത്? ശ്യാമിലി, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാജ്യത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാത്രി എയിംസിൽ വെച്ചായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ദീർഘനാളായി ചികിത്സയിലായിരുന്നു. നിലവിൽ 7 ദിവസത്തെ ദുഃഖാചരണമാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് നടത്താനിരുന്ന എല്ലാ സർക്കാർ പരിപാടികളും നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട്. മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ച് പ്രമുഖ നേതാക്കൾ സ്ഥലത്തെത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ തുടങ്ങിയവരെല്ലാം മൻമോഹൻ സിംഗിന്റെ ഡൽഹിയിലെ വസതിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. AICCയിൽ ഇന്ന് പൊതുദർശനവും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 8 മണി മുതൽ 9:30 വരെ AICC ആസ്ഥാനത്ത് അന്തിമ ഉപചാരം അർപ്പിക്കാനാണ് നിലവിൽ അവസരം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രത്യേക മന്ത്രിസഭാ യോഗവും ചേർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ അതിന്റെ വിശദാംശങ്ങളൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പ്രത്യേക CWC യോഗവും കോൺഗ്രസ് വിളിച്ചിട്ടുണ്ട്. AICC ആസ്ഥാനത്ത് വൈകുന്നേരം 5:30 യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതുപോലെ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ലീഗിന്റെ ഉന്നതതല യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ 5 MPമാരും പാണക്കാട് സയ്യിദ്, സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് രാത്രി 10 മണിയോടെ മൻമോഹൻ സിംഗിന്റെ ഡൽഹിയിലെ വസതിയിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മൻമോഹൻ സിംഗിന്റെ മകൾ, സ്റ്റാൻഫോർഡ് ലോ സ്കൂൾ പ്രൊഫസറായ മൻമോഹൻ സിംഗിന്റെ മകൾ ഇന്ത്യയിലെത്തിയതിനു ശേഷമായിരിക്കും നാളത്തെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ PV നരസിംഹറാവു ഒഴികെയുള്ള പ്രധാനമന്ത്രിമാരുടെ എല്ലാം സംസ്കാര ചടങ്ങുകൾ രാജ്ഘട്ടിലായിരുന്നു നടത്തിയിരുന്നത്. അങ്ങനെ ഒരു സാധ്യത നിലവിലുള്ളതിനാൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും സംസ്കാരം രാജ്ഘട്ടിൽ തന്നെയാണ് നടക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നാളെ രാവിലെ 11 മണിക്കാണ് സംസ്കാരം എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. രാവിലെ 9:30 ഡൽഹിയിലെ വസതിയിൽ നിന്ന് വിലാപയാത്ര ആരംഭിക്കുകയും 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയുന്നത്. എന്നാൽ എവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ശ്യാമിലി, ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.